നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഏത് തകർന്ന വ്യക്തിയെയും പണിയാൻ കരുത്തുള്ളവനാണ് സർവശക്തനായ ദൈവം. ആ ദൈവം പണിയാൻ തുടങ്ങുമ്പോൾ തൻ്റെ വചനം അയച്ചാണ് സൗഖ്യമാക്കുന്നത്. വചനം അയച്ചാണ് എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അത് ഭൂമിയെ നനച്ച ഫലവത്താക്കി വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും വിളയിക്കുന്നത് പോലെ യഹോവയായ ദൈവം പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതുപോലെ ആയിരിക്കും. അതെൻ്റെ ഇഷ്ടം സാധിപ്പിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളത് നിവർത്തിക്കുവാനിടയാകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശ നിവർത്തി ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം അയക്കുന്നത് തൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ മടക്കാൻ ഒന്നിനും കഴിയില്ല. ദൈവത്തിൻ്റെ വചനം ചിലത് നിവർത്തിക്കുവാനായിട്ടിടയാകും. ആ ഒരു ചിന്തയോടുകൂടെ യെശയ്യാവിൻ്റെ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദൂഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും നേരിടേണ്ടതായി വരും. ആ സാഹചര്യത്തിൽ നമ്മൾ നന്മയുടെ ഭാഗത്ത്, നേരിൻ്റെ ഭാഗത്ത്, നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കണം. എല്ലായ്പ്പോഴും നീതിയെ ഇഷ്ടപ്പെടണം. എല്ലാ ചതിവും വ്യാജഭാവവും നുണയും അസൂയയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പം നീക്കേണ്ട കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എന്നേക്കുമായി നീക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ട്, സാത്താൻ്റെ സ്വഭാവമുണ്ട്. ക്രിസ്തുവിൻ്റെ ആ മനസ്സ് നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവം അതിശ്രേഷ്ഠകരമായ വഴിത്താരയിലൂടെ നമ്മെ നയിക്കുവാനായിട്ടിടയാകും. എല്ലായ്പ്പോഴും നീതിയെ ഇഷ്ടപ്പെടണം, ദുഷ്ടതയെ ദൂഷിക്കണം. ചില സമയത്ത് നമ്മൾ അനീതി ചെയ്യുന്നില്ലായിരിക്കാം, എന്നാൽ അനീതിയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്, മറ്റുള്ളവരുടെ തോൽവിയിലോ പരാജയങ്ങളിലോ മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കുന്ന തെറ്റായ കാര്യങ്ങളിലോ സന്തോഷിക്കുന്ന സന്തോഷങ്ങൾ ഉള്ളം കൊണ്ട്, അത് പുറമേ ആയിരിക്കത്തില്ല. അതൊന്നും ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അല്ല. ദുഷ്ടത, എല്ലാവിധമായിട്ടുള്ളതായ ദുഷ്ടതയെ നാം ദൂഷിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ദൈവമായി മാറുവാനിടയാകും. ദൈവം ആരുടെ ദൈവമാണ്? ദൈവം അബ്രഹാമിൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിച്ചിരുന്നില്ല. കാരണം അബ്രഹാമിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് പോലെയായിരുന്നു. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൽ നിന്ന് അകന്ന് സ്വയതെരഞ്ഞെടുപ്പ് നടത്തി നീരോട്ടമുള്ള സ്ഥലമൊക്കെ എടുത്ത് അവൻ മാറിപ്പോകാനായിട്ടിടയായി. എന്നാൽ ആ സഹോദരനൊരാപത്ത് വന്നപ്പോൾ ഈ അബ്രഹാം നിനക്കങ്ങനെ ഭവിക്കണമെന്നുള്ള ചിന്തയായിരുന്നില്ല. അവനെ സഹായിപ്പാൻ അദ്ദേഹം 318 പടയാളികളുമായി പുറപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലും അങ്ങനെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തിന്മയെ ദുഷിച്ച് നന്മയെ പ്രിയപ്പെടുന്നവരുടെ ദൈവമാണെന്നറിയപ്പെടാനാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തിയുമായ മനോഭാവമായിരിക്കണം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ നാം ദൈവികമായിട്ടുള്ള സ്വഭാവം നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മെ അഭിമാനത്തോടുകൂടെ ദൈവം പരിചയപ്പെടുത്തും. നാം ക്രിസ്തുവിനെ റോൾ മോഡലാക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആർക്കൊക്കെയോ റോൾ മോഡലായി മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരി ആയിരിപ്പീൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ദൈവം നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, ആ ദൈവം ചെയ്യുന്ന കാര്യം നോക്കിക്കേ. നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദുഷിക്കുമ്പോൾ നമ്മെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലാപങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച മാറായുടെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ മറക്കത്തക്ക നിലയിൽ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യും. നിങ്ങളുടെ തല എവിടെയെങ്കിലും കുനിഞ്ഞു പോയിട്ടുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്കുള്ള നന്മകൾ ശത്രു കവർന്നെടുത്തിട്ടുണ്ടോ? അതിനെല്ലാം പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്.
ആനന്ദ തൈലം, സന്തോഷത്തിൻ്റെ തൈലം, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ആനന്ദമാണ് പിന്നീട് നമ്മുടെ ലൈഫിലുണ്ടാകുന്നത്. എല്ലാ കെടുതികളും എല്ലാ വരണ്ട അവസ്ഥകളും മാറിയിട്ട് വരൾച്ചകളെ മാറ്റാൻ പുതുമഴ പെയ്യുന്നത് പോലെ നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തി ദൈവം അയക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നന്മയെ ഇഷ്ടപ്പെടാം, തിന്മയെ ദോഷിക്കാം. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ തടസ്സമായി നമ്മുടെ സ്വഭാവത്തിലുള്ള നീരസങ്ങളും കയ്പുകളും പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് നീതിയെ ഇഷ്ടപ്പെടാം. മറ്റൊരാൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. ദൈവ സ്വഭാവത്തിലേക്ക് മടങ്ങി വരാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.